ഇതൊരു പാഷനായിട്ടാണോ എടുത്തിരിക്കുന്നത്, അതൊരു പ്രൊഫഷനായിട്ടാണോ എടുത്തിരിക്കുന്നത്? പ്രൊഫഷണൽ ആയിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഫഷണൽ ആയിക്കുന്നത് നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോഴും ഈ ലാസ്റ്റ് ഇയറാണ് ഇവിടെ ഒരു സൂപ്പർ കോസ് ലീഗ് എന്നും പറഞ്ഞു വന്നത്, IPL പോലെ. അങ്ങനെ ടീമിനെയൊക്കെ എടുത്ത് അവർക്ക് സാലറി ഒക്കെ ഉണ്ട്. ഇവൻ ഞാൻ ഫാക്ടറിയിൽ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളോട് അങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇത്ര റിസൾട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ട്. ആർക്കും അങ്ങനത്തെ ഒരു ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ എൻ്റെയൊക്കെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRF സ്പോൺസർ ചെയ്തിരുന്നു. MRF കൂടുതലും ഇപ്പോൾ ക്രിക്കറ്റിലാണ്, ബാറ്റിലെല്ലാവരും MRF ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഓടിക്കണം എന്തോരം പേര് നല്ല പിള്ളേരുണ്ട്. പക്ഷേ MRF എന്നൊക്കെ ഇപ്പോൾ കാറിൽ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രൊഫഷനാണ്, നമുക്കൊരു ജോലിയായിട്ട് ഇത് കൊണ്ടുനടക്കാനായിട്ട് ഇവിടെ കുറവാണെന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിലുണ്ട് അങ്ങനത്തെ ഒരാൾ. അതാരാണ്? ഇന്ത്യയിലല്ല, വേൾഡ്സ് ഏറ്റവും ടഫസ്റ്റ് ആണ് ദക്കാർ റാലി. അത് 2 ക്ലാസ് ഉണ്ട് അതിന് ബൈക്സിൽ. റാലി 2 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അത് വിൻ ചെയ്തേക്കുന്ന ആൾ ഷൊർണൂരുകാരനാണ്. ഹാരിത്തിനോ എന്ന് പറയും. അവൻ്റെ മദർ ജർമ്മനാണ്, ഫാദർ ഷൊർണൂരുകാരനാണ്. പക്ഷെ അവൻ ഇവിടെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ TVS റേസിങ്ങിലൊക്കെ ഓടിച്ചിരുന്നതാണ്. TVS ഷെർക്കോ എന്ന് പറഞ്ഞൊരു ബൈക്ക് എപ്പോഴും ഓടിക്കണം. പക്ഷേ ഈ ക്യാരക്ടർ 2024 ദക്കാർ ഇങ്ങനെ ഇപ്പോൾ 25 26 അവന് ആക്സിഡൻ്റ് ആയി. ലാസ്റ്റ് അവനും സ്പൈൻ ഇഞ്ചുറി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഓടിക്കാനൊക്കെ, പ്രാക്ടീസൊക്കെ. ആ ഒരു ക്യാരക്ടർ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇതിനോട് ക്രേസുള്ള ഒരു 12 പേരുള്ള ആരും ഉണ്ടായിരുന്നില്ല. അവൻ ചെയ്തേക്കുന്ന ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏഷ്യാസ് ബെസ്റ്റാണ്. ഒരു ഏഷ്യക്കാരൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ദക്കാറിൽ. അത്രയും ടഫാണത്. അത് 10-16 ദിവസമാണേ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സൗദി അറേബ്യയിലാണ്, ഇപ്പോൾ ഫുൾ ഡെസേർട്ടായി. പണ്ടെന്ന് പറഞ്ഞാൽ പാരീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ട്രിപ്പുകൾ, അതൊക്കെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ടെററിസ്റ്റ് പ്രോബ്ലങ്ങളാണ്. ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ നല്ല കാലത്തൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ TV-ലൊക്കെ. ഇപ്പോൾ അത് പക്ഷേ ഫുൾ ഡെസേർട്ടിലാണ്. സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് നടക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഒരു ഇതുണ്ടായിട്ടും നമ്മളോട് ഇതൊരു സ്പോർട്സ് അല്ല. ഇവിടെ ഇവൻ ഗവൺമെൻറ്റിൽ നിന്നും അവനെ അറിഞ്ഞിട്ടും കൂടിയില്ല ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ട്. അത് ഏഷ്യാസ് ബെസ്റ്റ് റിസൾട്ടാണ് അവൻ്റെ ഒരു ബൈക്കറിൻ്റെ. നമ്മളോട് അങ്ങനെ ഇപ്പോൾ ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷനായിട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനൊക്കെ പക്ക പ്രൊഫഷനാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവന് TVS തന്നെ നല്ലൊരു തുക ഉണ്ടാവും. റെഡ് ബുള്ള്, അങ്ങനെ കുറേ റൈനോക്സ് ഗിയേഴ്സ്, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വേറെ ലെവലിലായി. നമ്മളൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ പാഷനായിട്ട് തുടങ്ങിയൊരു പ്രൊഫഷനാക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ഏറ്റവും നമ്മുടെയൊക്കെ ഫസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീമായിട്ട്, അതായത് ഒരു ഭയങ്കരമായിട്ട് ഒരു ആരാധനയോട് നോക്കുന്ന ഒരാളായിരുന്നു ജഗത് നഞ്ചപ്പ. അന്ന് ജഗത് നഞ്ചപ്പയൊക്കെ ടീം MRF ആണ്. അപ്പോഴൊക്കെ നമ്മളൊക്കെ ഇവരുടെയൊക്കെ സ്റ്റാർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഡ്രീമുണ്ട്. നൗ വി ഹാവ് ഓൺ ദ റാം മിസ് ആൻഡ് മിസ്റ്റർ ജൻ. അവർ ഹസ്ബൻഡും വൈഫാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീം MRF എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ദൈവമേ ഇനി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വരുമായിരിക്കും. നൗ വി ഹാവ് ഓൺ ദ റാം പിന്നെ ജോൺ ഫ്രം ടീം MRF. അതിൻ്റെ ഒരു ഡ്രീമായിരുന്നു ശരിക്കും. എന്നാൽ അതിലോട്ടൊന്നും ഒരിക്കലും എത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ബൈക്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെയും കുറേ കൂടിയൊക്കെ ബെറ്റർ ആയി. എന്ന് പറഞ്ഞാൽ ബൈക്ക് സസ്പെൻഷനൊക്കെ മാറി. നമ്മുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RX-ഉം ഷോഗണൊക്കെ വെച്ചിട്ട് അതിനൊന്നും ബ്രേക്കും. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞില്ലേ ഗട്ട്സും ഗ്ലോറിയാണ്. അല്ലാണ്ട് സ്കില്ല് പോലും ഈ പ്രാക്ടീസൊന്നും ഞങ്ങൾക്കൊന്നും ആദ്യം അറിയില്ല. ഞാൻ ബാംഗ്ലൂരൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. ഈ ലൈറ്റ്സ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയുടെ പേര് രവി നാഗേഷ് എന്നാണ്. എൻ്റെ മോനെ പോലെയായിരുന്നു പുള്ളിക്ക്. അയാൾ ഈ യമഹയൊക്കെ 12 വോൾട്ട് ലൈറ്റാണ്, 6 വോൾട്ട് ലൈറ്റാണ് ആദ്യത്തെ വണ്ടിയൊക്കെ. അപ്പോൾ എൻ്റെയൊക്കെ വണ്ടി 12 വോൾട്ടിൽ 190 ബൾബ് ഇടും. അപ്പോൾ അതിനു വേണ്ടിയാണ് പുള്ളിനെ പരിചയപ്പെട്ടത്. ആദ്യമൊക്കെ റാലി ഓടിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ മൂന്നാറൊക്കെ പോയി ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ റോഡിൻ്റെ എഡ്ജൊക്കെ നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത് പതുക്കെ എന്നിട്ട് അപ്പോഴും പോണത് പറ്റണ മാക്സിമമാണ്. അപ്പോൾ അങ്ങനെ ഇയാളെ മീറ്റ് ചെയ്ത് ഇയാളങ്ങനെ തന്നെ 97 ബാംഗ്ലൂർ K1000 എന്ന് പറഞ്ഞ ഇവൻ്റ് ഉണ്ട്, അത് ഓടിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അതിന് മുമ്പ് മീറ്റ് ചെയ്ത എൻ്റെ വണ്ടിയിലൊക്കെ 190 ആക്കി. അതൊക്കെ ഡേ ടൈം റാലി. അപ്പോൾ K1000 ആണ് എൻ്റെ ഫസ്റ്റ് സോളോ റാലി. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നാവിഗേറ്റർ ഉണ്ടാവും പുറയിൽ ഈ വഴി പറഞ്ഞു തരാനായിട്ട്. ഇപ്പൊക്കെ GPS ആയി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബുക്കിലാണ് നമ്മൾ ടുലീപ്പ് എന്ന് പറഞ്ഞ സാധനം തരും. അപ്പോൾ ആ സോളോ റാലി ഞാനതൊരു ഓടിച്ചിട്ടില്ല. സോളോ ആദ്യമായിട്ട് ഓടിക്കാൻ പോകണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടെ തന്നെ വേറൊരു മെക്കാനിക് ഉണ്ട് രാജായി നഗറിൽ, കേത്ത് മുട്ടപ്പൊട്ട് എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനുണ്ട്. പുള്ളിയായിരുന്നു എൻ്റെ വണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിച്ചാണ് പോണത് ഈ ബാംഗ്ലൂരൊക്കെ. ഇവിടുന്ന് മറ്റേ മസനഗുഡി കാടൊക്കെ വഴി ഓടിച്ചങ്ങ് പോകും. അന്നൊക്കെ രാത്രിയൊക്കെ പോകാം. ഞാൻ രാത്രിയൊക്കെ ഒറ്റക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെന്നിട്ട് ഞാൻ അവിടെ പ്രാക്ടീസ് ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഈ റാലിക്ക് സോളോ റാലിക്ക് ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ഓടിക്കേണ്ട സ്റ്റേജുകൾ തലേ ദിവസം പോയിട്ട് നമ്മൾ കാണുമെന്ന് പറഞ്ഞാൽ ബൈഹാർട്ടൊന്നും ആവില്ല, ജസ്റ്റ് അതിലൊന്ന് ഓടിച്ചു നോക്കും.
ഒറ്റ പ്രാവശ്യം ഓട്ടാ. ഇപ്പോൾ 3 സ്റ്റേജ് ഉണ്ടെങ്കിൽ 2 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഓടിക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അത് ഓടിക്കാൻ പോകേണ്ട തലേ ദിവസം അവിടുത്തെ പിള്ളേരൊക്കെ പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുറേ ഓടിച്ച് കഴിയുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് പോയി, സെക്കൻഡ് ഗിയർ സ്ലിപ്പ് ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആകെ ഡസ്പായി. പിറ്റേ ദിവസം വണ്ടി ഓടിക്കാനില്ല. അപ്പോൾ ഞാൻ ഒരു കണക്കിന് ഓടിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ ചോദിച്ച് വിച്ച് ബൈക്ക് വേണം, RX ഞാൻ ഷോൺ ഓടിക്കാൻ അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അവിടെ കൗശിക് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുള്ള ഇവരൊക്കെ ഇപ്പോഴും ഞാനൊക്കെ ആയിട്ട് ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്ടാ. 90s മീറ്റ് ചെയ്തതാണ്. എനിക്ക് ബാംഗ്ലൂർ ഇപ്പോഴും ഹോം ടൗൺ പോലെയാണ്. അവൻ്റെ ബൈക്ക് എനിക്ക് ഓടിക്കാൻ നിന്ന്. പിറ്റേ ദിവസം ഞാൻ ഈ സംഭവം റെക്ക കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എൻ്റെ അവിടെ നിന്ന് മൊത്തം 4 ബൈക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ ബൈക്കോടെ എഞ്ചിനൊക്കെ പണിത് ഫുൾ മാലയൊക്കെ ഇട്ട് പൂജയ്ക്ക് റെഡിയാക്കി വെച്ചേക്കുക. ഫുൾ റെഡിയായി. അവരങ്ങ് അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു ഈ ശ്രീനിവാസും രവി നാഗേഷൊക്കെ. രവി നാഗേഷിൻ്റെ എൻ്റെ അഡ്രസ്സ് അതായിരുന്നു. ഞാൻ ശരിക്കും ആ ഒരു കോക്കസിൽ പിന്നെ അറിയാൻ തുടങ്ങിയത് ബുഡ്ഡാസ് റൈഡർ എന്നാണ്. പുള്ളിനെ ബുഡ്ഡ എന്നല്ല പ്രായം ഉണ്ടായിരുന്നു പുള്ളിക്കും. ഇപ്പോൾ പുള്ളി മരിച്ചുപോയി. പക്ഷേ ആ സമയത്ത് എൻ്റെ മോനെ പോലെ ആയിരുന്നു പുള്ളിയുടെ. ഞാൻ ഈ ആക്സിഡൻ്റ് ആയ സമയത്തേ ആദ്യത്തെ 2 ദിവസം ഞാൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു. 3-ാമത്തെ ദിവസം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഒന്നും കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇമ്പാക്റ്റ് ആദ്യം കിട്ടിയേക്കണ്. പ്ലസ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് കഴിക്കണം മുഴുവനും ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ മെക്കാനിക്കിനോടും. അപ്പോൾ എൻ്റെ അനിയൻ നെക്സ്റ്റ് ഡേ ആണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സൺഡേ ആക്സിഡൻ്റ് ആയി, ട്യൂസ്ഡേ മോർണിംഗാണ് അനിയൻ വന്നത്. അപ്പോൾ എൻ്റെ മെക്കാനിക്കിൻ്റെ കസിൻസൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ വന്നിട്ട് ഇവൻ വന്നിട്ട് ചോദിച്ചിട്ട് എന്താണ് നീ ഒന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട, എനിക്ക് വിശക്കണില്ലെന്ന്. അപ്പം തന്നെ ഈ പുള്ളിയുണ്ട് വലിയപ്പൻ. അപ്പോൾ ഈ ശ്രീനിവാസനാണ് അവൻ്റെ പേര്. ഈ ബാംഗ്ലൂരിലെല്ലാവരും സീന എന്ന് വിളിക്കണം ശ്രീനിവാസനെ. സീന. അപ്പോൾ കന്നഡയിൽ പറഞ്ഞാണ് അവന് നോൺ വെജ് വേണം, അവനതാണ് കഴിക്കാത്തത്. നമ്മൾ കിടക്കുവാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ അതല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിക്കാത്തത്. ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഇവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറ്റി വിടുന്നത് എന്നെ മറ്റേ കൂപ്പേലാണ് കൊണ്ടുവന്നത്. ഇത് പറ്റിയാണ്. അന്നൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം 5 ടിക്കറ്റ് വേണം, സ്ട്രെച്ചർ ഇടണമല്ല. ശരിക്കും ആ ആക്സിഡൻറ്റ് എന്ത് പറ്റിയതായിരുന്നു? അത് അറിയില്ല. ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് 3rd സ്റ്റേജിലായിരുന്നു. ഫസ്റ്റ് 2 സ്റ്റേജ് ഞാൻ നല്ലപോലെ ചെയ്തു. ഇതിങ്ങനെ ഒരു സ്ട്രെച്ച് ഉണ്ട്. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം നമ്മൾ ഈ പറഞ്ഞു റെക്കെന്ന് പറഞ്ഞു, റെക്കൊക്കെ നമ്മൾ ഓടിച്ച് നോക്കിയത്. അപ്പോൾ ഗ്രൂപ്പായിരിക്കും, എല്ലാ ബൈക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റും. പക്ഷെ അതൊരു സേഫ് പ്ലേസ് ആയിരുന്നു. എനിക്കങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിരിക്കും. ഇപ്പോൾ ഇത്തിരി ഡേറ്റ് തന്നെ അൺഇവൻ സർഫസ് ആണെങ്കിൽ. ഇത് വൈറ്റ് സോയിലാണ്, പക്ഷേ ഫുൾ ഫ്ലാറ്റ് ഔട്ടാണ്. അപ്പം ഞാൻ അങ്ങോട്ട് സെക്കൻഡ് ഗിയറിൽ അങ്ങോട്ട് വന്ന് വളഞ്ഞ് സ്ട്രെച്ചിലേക്ക് കയറി. ഞങ്ങൾ ഗിയർ ഇടണമെന്ന് പറഞ്ഞാൽ റാലിക്ക് ഓടിക്കുമ്പോൾ ഗിയർ ഇടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടുന്ന പോലെ അല്ല. ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിടില്ല. സ്ലിപ്പ് എന്ന് പറയാം ഗിയറിന്. ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യും, ത്രോട്ടിൽ ഫുൾ ത്രോട്ടിൽ എപ്പോഴും പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ആ വീഡിയോ കാണിച്ച നേരത്തെ എനിക്ക് ഒച്ചയൊക്കെ തന്നെ കേൾക്കാൻ വരും. എന്നും പറഞ്ഞിങ്ങനെ വരും. അത് ഇത് തന്നെയാണ്. അപ്പോൾ ഫുൾ തിരിച്ച് പിടിച്ചങ്ങ് പോയി. ഇതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ യൂസ് ചെയ്യണം ഈ MX ഹെൽമെറ്റാണ്, മോട്ടോക്രോസ് ഹെൽമെറ്റില്ല. അതിനിങ്ങനെ പീക്ക് ഉണ്ടാവും. ഇപ്പോൾ വന്നതിനൊന്നും കാറ്റൊന്നും പിടിക്കില്ല. അതിന് പീക്കൊക്കെ ഡിസൈൻ കറക്റ്റാണ്. പക്ഷേ അന്നൊന്നും അത്രയും ടെക്നോളജി ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇതൊന്നും ഈ കാറ്റ് പിടിക്കാണ്ടിരിക്കാനായിട്ട് ബൈക്കിൽ ഞാൻ ഫുൾ താഴത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണുള്ളത്. ഞാൻ സെൻറ്ററിലാണ്. ഈ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ബൈക്ക് അങ്ങ് പൊങ്ങി ഫ്രണ്ട് വീല്. എവിടെ ഇടിച്ച് ചെറിയ കല്ലിലോ തിട്ടിലോ എന്തിലോ. ഗ്രൂപ്പായിട്ട് ഓടിക്കുമ്പോൾ എനിക്ക് തിട്ടും കണ്ണൊന്നും എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതിലിടിച്ചിട്ട് ഈ എൻ്റെ പൊസിഷൻ ഞാൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ പൊങ്ങിയപ്പോഴത്തേക്കും ബൈക്ക് ഇങ്ങനെ ഫ്രണ്ട് വീല് പൊങ്ങിക്കഴിഞ്ഞ്. ഈ 5ാമത്തെ ഗിയറിലായതുകൊണ്ട് സ്പീഡ് അത്ര ഉള്ള കാരണം ബൈക്ക് മുമ്പോട്ട് തന്നെ പോകും. മറ്റേപോലെ ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ എനിക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഇതും കൂടി കിട്ടില്ല. ബ്രേക്ക് ആ സമയത്ത് പാനിക്കായി പോയി. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ബൈക്ക് ഇങ്ങനെ ഫ്രണ്ട് കുത്തിയിട്ട് താഴത്തേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഇത് 2 സൈഡിലും ഒന്നുമില്ല, പാടി ഫീൽഡാണ്. അയ്യോ. സെൻറ്ററിൽ മാത്രമേ റോഡുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ആ ബഹളമാണ് എനിക്കറിയാവുന്നത്. ഇതിങ്ങനെ ആയിട്ട് പിന്നെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലാൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മളെടുത്ത് എറിയൂല. ഇതെന്താ പറ്റിയത്, ഇങ്ങനെ പോയിട്ട് ഇത്ര സ്പീഡ് കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ എറിഞ്ഞ് കളഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് ഇടിച്ച് കുത്തിയാണ് വീണേക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ തല പോയി ഇടിച്ചിട്ട്, അത് നല്ല ഹെൽമെറ്റിൻ്റെ ഗുണമുണ്ട്. അത് നമുക്ക് തലയിൽ ഇമ്പാക്റ്റ് കിട്ടില്ല. ഇവിടുന്ന് പൊട്ടിപ്പോകാൻ എനിക്ക് ബോധമൊന്നും പോയിട്ടൊന്നുമില്ല. ഇതേ ബാംഗ്ലൂർ വെച്ച് തന്നെ ഒരു 98 ഒരു ലോക്കൽ ഇവൻറ്റിന് അന്ന് സ്റ്റഡ്സിൻ്റെ ഒരു മോട്ടോക്രോസ്, അതാണ് ഇവിടെ ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ മോട്ടോക്രോസ് ഹെൽമെറ്റ്. അത് വെച്ച് ഞാൻ വീണിട്ടുണ്ട് ഫ്രണ്ട് വീല് പഞ്ചറായിട്ട്. അത് ഡബിൾ സ്റ്റാലിയാണ്. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് അപ്പുറം തന്നെ പറയുന്നതിനോട് ഞാൻ ചോദിക്കുക, നീ എന്താ ഇവിടെ നിൽക്കണമെന്ന് വീണ് കഴിഞ്ഞപ്പോഴേ. എന്നുകൊണ്ട് എൻ്റെ റിലേ കംപ്ലീറ്റ് പോയി. ഈ ഹെൽമെറ്റ് ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുള്ള, പക്ഷേ ആ ഇമ്പാക്റ്റ് കൊണ്ട് എനിക്ക് തലക്ക് കിട്ടി.
ഇതെന്ന് പറഞ്ഞാൽ വീണപ്പോൾ തന്നെ ഹെൽമെറ്റ് ഇവിടുന്ന് വട്ടം ക്രാക്കായി. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു വലിച്ചെടുപ്പം വേദന എടുക്കാൻ. ഈ സ്ട്രാപ്പിൻ്റെ ഹുക്ക് തന്നെ അവിടെ ലൂസാണ്. അപ്പോൾ ഇവനിങ്ങനെ വലിച്ചെടുത്തപ്പോൾ അത് അവിടെ നിന്ന് വിട്ടിരിക്കുവാണ്. അന്ന് ട്രെയിനിങ്ങിന് വല്ലതും പോയിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ ഒന്നും കാലത്ത് അതൊന്നുമില്ല, ട്രെയിനിങ് ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ എടുത്ത് ബൈക്ക് എടുത്ത് വാൽപ്പാറയിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും. അതാണ് ട്രെയിനിങ് റൈഡ്. ഒരു ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് തിരിച്ചിങ്ങ് പോരും, അല്ലെങ്കിൽ മൂന്നാർ പോവും. അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അല്ല പ്രാക്ടീസ് അല്ല ഇപ്പോൾ. പക്ഷേ ഇവിടെയൊക്കെ ട്രാക്കൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ബാംഗ്ലൂരിൽ 2 ഉണ്ട്. അതിൽ ബിഗ് റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് CS സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻ്റ് റാലിക്ക് അവൻ എൻ്റെ മുമ്പിലായിരുന്നു. അവരൊക്കെ അന്ന് തുടങ്ങി. അവർ അന്ന് TVS ഓടിക്കണ കേട്ടോ, ഫാക്ടറിയാണ്, നമ്മളന്ന് പ്രൈവറ്റിയറാണ്. അപ്പോൾ ആ ഒരു കണക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ജീനൻ അങ്ങനെ, പിന്നെ ട്രൈബൽ അഡ്വഞ്ചർ കഫേ എന്നും പറഞ്ഞ് ദേവനഹള്ളിയിൽ ഒരെണ്ണമുണ്ട് ബാംഗ്ലൂർ തന്നെ. അതും അവൻ പുള്ളിയും റൈഡറാണ്. അപ്പോൾ ഇവരൊക്കെ എന്നെ ഭയങ്കര കാര്യം. പക്ഷേ അവിടെയൊക്കെ പോയാൽ നമുക്കിപ്പോൾ 500 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊന്നും ചെന്നാൽ കാശ് മേടിക്കില്ല, ഇത്രയും കളവനായുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റാണ് നമുക്കൊക്കെ. പക്ഷേ വേറെ പിള്ളേർക്കും വേണമെങ്കിൽ 500 രൂപ കൊടുത്ത് ഒരു മാസമൊക്കെ ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാം. അതായത് പ്യുവർ ട്രാക്ക്. റാലിക്ക് വേണമെങ്കിൽ റാലി, അല്ലെങ്കിൽ മോട്ടോക്രോസിന് മോട്ടോക്രോസ്. പക്ഷേ കേരളത്തിൽ അത് കുറവാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ, പക്ഷേ ആരും അങ്ങോട്ട് അത്ര കാര്യമായിട്ടൊന്നും അത് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനില്ല. കേരളത്തിലില്ല. പക്ഷേ ബാംഗ്ലൂരുണ്ട്, നോർത്തിലൊക്കെ 2-3 സ്ഥലത്തിൽ ട്രാക്കായിട്ടുണ്ട്. ഇത് ഓടിക്കുന്നതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ വേറെ രീതിയല്ലേ? ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി സാധാ ഒരു ബൈക്ക് കൺട്രോൾ ചെയ്യുന്ന പോലാണോ? സാധാ ബൈക്ക് കൺട്രോൾ ചെയ്യുന്ന പോലെയൊന്നും അല്ല. ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഞാനൊക്കെ തുടങ്ങുമ്പോൾ CS ഫോർമാറ്റ്, അതിൽ ഓപ്പോസിറ്റ് അവർക്ക് പ്രതീക്ഷിക്കണം. ഇപ്പോൾ എന്നാൽ വണ്ടി ഉണ്ടാവില്ല. പിന്നെ ഓടിക്കണേനല്ല, ഞാൻ പറഞ്ഞില്ലേ, നോർമൽ കാര്യങ്ങളല്ല ഇത്, നോർമൽ റൈഡും അല്ല. പ്ലസ് നമ്മുടെ ബോഡി ഒരുപാട് യൂസ് ചെയ്യണം. ബോഡി ഒരുപാട് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കംഫർട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഓടിക്കാനാണ്. പക്ഷേ അത് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ പറ്റും. ഇപ്പോൾ എൻ്റെ KLX അതിൽ പറ്റും, ഇമ്പൾസാർന്ന് അതിലും പറ്റുമായിരുന്നു. പക്ഷെ അതിന് മുമ്പത്തെ വണ്ടിയിലൊക്കെ നമ്മളൊക്കെ എഴുന്നേറ്റ് അല്ലാണ്ട് തന്നെ ഇന്ന് ഓടിക്കുമായിരുന്നു. അല്ല, അന്ന് നമുക്കൊക്കെ ബൈക്കിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെറിയ ബൈക്സൊക്കെ കിഡ്സിന് വരെ കിട്ടും, അല്ലെങ്കിൽ ചൈനീസ് ബൈക്ക്. ഞാനൊക്കെ ആദ്യം ഓടിക്കുന്നത് വിജയ് സൂപ്പറാണ്. അത് ആ സമയത്തൊക്കെ അതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ തരാനൊന്നും പറ്റില്ല. ഇപ്പോൾ എൻ്റെ മോന് 18 വയസ്സായപ്പോൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും വണ്ടി ഇരിക്കുക. ഇപ്പം നമ്മളൊക്കെ ആ കാലത്തൊക്കെ, എനിക്കൊക്കെ ഞാൻ ലൈസൻസ് എടുക്കുന്നത് 20 വയസ്സിലാണ്. ആ സമയത്ത് എടുക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും അങ്കിളുമാരുടെ വണ്ടിയൊക്കെ സ്കൂട്ടറൊക്കെ ഒന്ന് അനക്കാൻ കിട്ടി. അല്ലാണ്ട് വീട്ടിലൊന്നും അങ്ങനെ കോമൺ ആയിട്ടൊന്നും വണ്ടിയില്ല എല്ലായിടത്തും. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സീൻ മാറി. ഇപ്പോൾ പറഞ്ഞ വണ്ടികൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ മോട്ടോക്രോസ് ബൈക്കൊക്കെ കളമശ്ശേരിയിൽ വാങ്ങിക്കാൻ കിട്ടും, കാവസാക്കി. പിന്നെ ഹോണ്ടയും യമഹയും ബൈ ഓർഡർ. ഇപ്പോൾ ഡീലർഷിപ്പിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമുക്കതിനൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പം തന്നെ ഈ KLX ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വണ്ടിക്ക് തന്നെ ടയർ മാത്രമേ ഇന്ത്യനുള്ളൂ. ഇന്ത്യൻ ബൈക്കും അതായിട്ട് 2 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ആ വ്യത്യാസം പെർഫോമൻസിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാ അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ സൂപ്പർ ക്രോസ് ലീഗിലും പക്ഷേ കൂടുതലും പുറത്തെ റൈഡേഴ്സാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടി ഞാൻ കാണാനും പോയിരുന്നു. ഇന്ത്യക്കാർ ഇവിടെ നാഷണൽ ചാമ്പ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുപ്പിക്കണ പോലും ഇല്ല അവർ. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുഴപ്പത്തിൻ്റെ അല്ല, അവൻ അത്രയും ചെറുപ്പത്തിൽ അത് ട്രെയിൻഡാണ്, പ്രൊഫഷണലിസമാണ് അവർ പറഞ്ഞത്. നമുക്കിപ്പോൾ തന്നെ ഞാൻ ഈ കൂടുതലും മിനിറ്റിലേക്ക് ഇരിക്കുന്ന ഇങ്ങനത്തെ വീഡിയോസാണ്. 2 വയസ്സും 1.5 വയസ്സുള്ളവനൊക്കെ ഇലക്ട്രിക് ബൈക്ക് ഇട്ട് ചെറിയ ട്രാക്ക് വീട്ടിൽ മറ്റേ ബാക്ക് യാർഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഓടിപ്പിക്കുക. നമ്മുടെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ചൈൽഡ് ലേബർ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും പറഞ്ഞാൽ ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട്. അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു മോട്ടോർ സ്പോർട്സിനെ അങ്ങനെ ഇപ്പോഴൊരു സ്പോർട്സായിട്ട് ഇവിടെ ആരും അംഗീകരിക്കാനുള്ള. എനിക്ക് തോന്നുന്നു ഈ ഹാരിത്തിനോയും ഈ CS സന്തോഷം ഇപ്പോൾ ബിഗ് റോക്കിലുള്ളത് പറഞ്ഞില്ലേ, ബാംഗ്ലൂരിലുള്ള ട്രാക്ക് എന്ന് പറഞ്ഞാൽ അവനാണ് ആദ്യമായിട്ട് ദക്കാർ ഓടിച്ചത്. ബാക്കി KPR ഒന്നും നടത്തുന്നുണ്ട്. പക്ഷെ അവനിപ്പോൾ മാറി TVS, അവൻ ഓടിക്കണമെന്നില്ല കുറേ നാളായിട്ട്. പക്ഷേ ഈ പറഞ്ഞ CS-നും ഹാരിത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോൺസേഴ്സ് ഒരുപാടുണ്ട്. ഹാരിത്തിന് എന്തായാലും TVS-ന് നല്ലൊരു ദിവസം സാലറി തന്നെ ഉണ്ടാവും എവരി മന്ത്. പ്ലസ് ഇത് കൂടാണ്ട് റെഡ് ബുള്ള്, റൈനോക്സ്, റൈഡിങ് ഗേഴ്സിൻ്റെ ബ്രാൻഡ്സൊക്കെ, ഗേണെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ബൂട്ട്സ് യൂസ് ചെയ്യണം, ഐറോ എന്ന് പറഞ്ഞ ഹെൽമെറ്റ്. ഇതിനൊക്കെ അവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏഷ്യാസ് ബെസ്റ്റ് ഡിസിറ്റാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇതൊരു സ്പോർട്സായിട്ട് ഇപ്പോഴും അംഗീകരിക്കണമല്ലോ കുറേ ആൾക്കാർ, വട്ടന്മാർ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും അല്ല, നല്ല ഹെയർ ഡേയ്സിൽ, അതായത് ബാക്ക് 96, 97 മഞ്ഞുമൽ പള്ളിയുടെ ഫ്രണ്ടിൽ ഫുൾ ഗ്രാവലാണ്. അവിടേക്ക് ഇപ്പോൾ സ്റ്റെപ്പ് പോലെ കെട്ടിക്കളഞ്ഞ്. ഞാൻ അന്ന് ഈ 96 97 ആദ്യം ഓടിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാംഗ്ലൂരൊക്കെ പോയി വന്നുകൊണ്ട് പ്രാക്ടീസ് എന്നുള്ള പരിപാടി നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ നോക്കുമ്പോൾ പള്ളിയുടെ പറമ്പിൽ ഞാനന്ന് ഓടിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ആൾക്കാർ തല്ലി ഓടിക്കും, അതല്ല. പക്ഷെ ഇപ്പോൾ ഓടിക്കാനും പറ്റില്ല, അവിടെ ഫുൾ സ്റ്റെപ്പ് പോലെ അവർ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ അത് സൈഡിൽ മതിൽ വേണതും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത് ഓപ്പണായിട്ട് കിടക്കുക. അപ്പോൾ എന്നാൽ ശരിക്കും ഓടിക്കാൻ പറ്റുമായിരുന്നു.
ആ സമയത്തൊക്കെ നമ്മൾ അവിടേക്ക് ഇട്ട് ഓടിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളില്ല നമുക്ക് ഓടിക്കാൻ. അതിപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രാക്ക് എവിടെയെങ്കിലും സെറ്റപ്പ് ആക്കി ഒന്ന് ഓടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ചെറുതായിട്ട് പൊടിയൊക്കെ പറഞ്ഞാൽ അടുത്ത വീട്ടുകാരൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ ബിഗ് റോക്കും ഈ ട്രൈബൽ അഡ്വഞ്ചറൊക്കെ രണ്ടുപേരുടെ സ്വന്തം സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവർ അങ്ങനത്തെ ആ ഒരു ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവരുണ്ട്. ഈ ട്രൈബൽ അഡ്വഞ്ചർ കഫയുടെ അകത്ത് 9 കിലോമീറ്റർ റാലി സ്റ്റേജ് ഉണ്ട്. അല്ല നമുക്ക്, പക്ഷേ അത് നമുക്ക് ഔട്ട്സ്കേർട്സിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ പാക്ഡ് ആയി നമ്മുടെ ഇവിടെ. ഇവിടെ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു സ്ഥലമേ പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഓടിച്ചത് INRC ആണ്, കോയമ്പത്തൂർ. അതും ഞാൻ ഓടിക്കുന്ന ഈ 165 എന്ന ക്ലാസ് അതിലാദ്യം തന്നെ ലാസ്റ്റ് ഓടിച്ചത്. അതന്നും ഒരു ഔട്ട് ഓഫ് 17 ഞാൻ 7th ആണ്. എനിക്കന്ന് 51 വയസ്സുണ്ട് ലാസ്റ്റ് ഓടിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആക്സിഡൻറ്റ്, ഈ ഹെഡ് ഇഞ്ചുറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന് ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് ഗോവയിൽ ഒരു റാലി സ്പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ഒറ്റ സ്റ്റേജ് ഉണ്ടാവുള്ളൂ, 8 അല്ലെങ്കിൽ 10 കിലോമീറ്റർ. അത് ഓടിച്ചങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ റിസൾട്ട് പറയാൻ പറ്റും, ആര് ഫസ്റ്റ് അടിക്കണം അവന്. അത് ഗോവയിൽ ഓടിച്ചിട്ടുണ്ട്. അതും എന്നാൽ എനിക്ക് ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അണക്ക് കൊണ്ട് കുറേ പറ്റിയിട്ടുണ്ട്. ഗോവയിൽ ശരിക്കും ഞാൻ നല്ലപോലെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫിനിഷിനൊരു 300 മീറ്റർ മുമ്പ് ഒരു സ്ലഷ് പാത്ത് ഉണ്ടായിരുന്നു. അത് തലേ ദിവസം ഓടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല, ഫുൾ ത്രോട്ടിലാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ മോഡിഫൈഡ് എയർ ഫിൽറ്റർ വെക്കുമ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അത് ഫുൾ ചെളിയായി തലേ ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ ഫുൾ ഫ്ലാറ്റ് ഔട്ട് വന്ന് അതിലേക്ക് കയറ്റി വണ്ടി അവിടെ വെച്ച് എയർ ഫിൽറ്ററിൽ ചെളി കയറിയിട്ട് വണ്ടി ഓഫായി പോയി. പിന്നെ ഈ പ്രായത്തിൽ ഞാനത് തള്ളിയാണ് ഫിനിഷ് ചെയ്തത്. ഒന്നും കിട്ടിയില്ല. അത് കിട്ടാതില്ല. നമുക്ക് ആ പ്രൈസിങ്ങിനല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനത് കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റക്കൊക്കെ ഓടിക്കുമ്പോൾ, ഡബിൾസ് ഓടിക്കുമ്പോൾ അവന് ചീത്ത വിളിക്കുമായിരുന്നു. ഒറ്റക്കൊക്കെ ഈ റാലി ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അങ്ങനെ കുറേ പ്രാന്തുകളുണ്ട്. ഞാൻ നല്ലപോലെ ഒരു കോർണർ ചെയ്താൽ ഗുഡ്രാ എന്നോട് തന്നെ ഞാൻ പറയും, അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു താങ്ക്സ് പറയും. ഫിനിഷ് ചെയ്ത് ഞാൻ വണ്ടിക്ക് നന്ദി പറയും. പിന്നെ കുറേ ഞാനൊരു ബിലീവറാണ്, അത് ഞാൻ പറയാം. ഞാൻ സ്റ്റാർട്ട് എടുക്കുമ്പോഴും ഫിനിഷ് ചെയ്താലും അപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അത് ചെറുപ്പം പോലുള്ളൊരു ശീലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഈ ഓടിക്കുന്ന സീനുണ്ടല്ലോ, അതൊരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനത് ഇപ്പോഴും ശരിക്കും എൻജോയ് ചെയ്യണ ഒരു പരിപാടിയാണ്. ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാഷൻ എന്നൊക്കെ എല്ലാവരും പറയും. ഞാനത് ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിട്ടാണ് പറയണത്. ഇപ്പോൾ ഈ ഇങ്ങനെ കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ റൈഡ് പോയി കഴിഞ്ഞാൽ ബിഗ് ബിയോണ്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് അവന്മാർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെയാണ്. മനസ്സിലായി, ദിസ് ഹാപ്പിനെസ് ഐ നെവർ ഗെറ്റ് എനിഫ് എന്നൊക്കെ പറഞ്ഞിടണം. അപ്പോൾ അവന്മാരിങ്ങനെ ഇങ്ങനെ റൈഡർമാരുടെ ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഫോട്ടോ ഒക്കെ ആരെങ്കിലും എടുത്തിട്ട് ബിഗ് ബിയോണ്ട് റൈഡ് ഹാപ്പിനെസ്, അതാണ് അവന്മാർ പറയണത്. എന്നാൽ ഞാനത് അത്ര എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി. ഈ പ്രായത്തിൻ്റെ അങ്ങനെ എനിക്ക് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മെയിൻലി കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബൈക്ക് വർക്ക്ഷോപ്പാണ് ബൈ ദ പ്രൊഫഷൻ, ഞാൻ മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യങ്ങൾക്ക് ടെസ്റ്റ് സൈഡിന് ഓടിച്ച് നോക്കണം, സ്പെയർ മേടിക്കാൻ പോകണം, ലൈത്തിൽ പോകണം, അങ്ങനെയൊക്കെ ഞാൻ വണ്ടിയിൽ തന്നെയാണ് ഫുൾ ടൈം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോഴും ഒരു രാത്രി ഒന്ന് വീട്ടിൽ ചെന്ന് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഒരു 2 ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10-10 ആകുമ്പോൾ ചിലപ്പോൾ അന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വൈപ്പിന് വരെയെങ്കിലും ഞാൻ വെറുതെ ബൈക്കായിട്ട് പോകും. മഴയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ. ബൈക്കിനോട് ഭയങ്കര പ്രണയമല്ലേ? അത് പ്രണയമാണോ പാഷനാണോ ഞാൻ പറഞ്ഞില്ല. ഞാൻ ശരിക്കും അതൊരു എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോഴും നെറ്റിലൊക്കെ കൂടുതലും സെർച്ച് ചെയ്യണത് ഈ റൈഡിങ് കേസിൻ്റെ ഏതെങ്കിലും പുതിയത്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ദക്കാറിൻ്റെ ഏതെങ്കിലും, അല്ലെങ്കിൽ റൈഡിങ് ടിപ്സ്. ഒരു രസം. പിന്നെ നമുക്കങ്ങനെ കുറേ പിള്ളേർ നമ്മളതിന് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആ ഒരു ഇതിൽ ഓടിക്കണ കാരണം. അല്ല, ഇവിടെ ബൈക്ക് എന്നല്ല, മഞ്ഞുമ്മല എനിക്കിങ്ങനെ കുറേ പേരുകളുണ്ട്. മഞ്ഞുമ്മല ഞാൻ അറിയപ്പെടുന്ന പങ്ക് ബിനു എന്നാണ്. പങ്ക് ബിനു, അതെന്താണ് അതിൻ്റെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 91 റൊണാൾഡോ ഒക്കെ സൈഡിൽ നിന്നൊക്കെ മുടി പഠിച്ചത് അതൊക്കെ ഈ മിനിയാന്നായിരിക്കും. 91 ഞാൻ പഠിച്ചു എനിക്ക് 2 സൈഡിൽ നിന്ന്. അല്ല, അങ്ങനെ ഇപ്പോഴും ഞാൻ ഈ പോണിറ്റയിലൊക്കെ ആയിട്ട് നടക്കണേക്കെ അത് ആ പങ്കെന്ന് പറഞ്ഞ സ്റ്റൈൽ എനിക്ക് മഞ്ഞുമലാണ് ആ പേര് കിട്ടിയത്. പിന്നെ എനിക്കൊരു 99 എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇൻ്റർനെറ്റൊക്കെ തുടങ്ങിയ സമയത്ത് വെബ്സൈറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവൻ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെറിയൊരു വെബ്സൈറ്റ്, ഭയങ്കര വെബ്സൈറ്റ് ഒന്നുമല്ല, എന്നിട്ടിപ്പോൾ ഒരു പേര് വേണം. അപ്പോൾ അങ്ങനെ അവനാണ് ബിഗ് ബിനു എന്നിട്ടത്, bigbinu.com, അതാണ് സൈറ്റിൻ്റെ പേര്. ഓക്കെ. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. എറണാകുളത്ത് കുറേ ചേട്ടന്മാരുണ്ട്, പ്രായമുള്ള ആൾക്കാർ, സംഗീത്, ഓജി സുള്ളി, അങ്ങനെയുള്ള ആൾക്കാർ. അവരുടെ ഇടയിൽ ഞാൻ ചെത്തിലെറ്റാണ്. അത് ഓരോരുത്തർക്കും ഓരോ പേര്. പിന്നെ വടവിൽ എൻ്റെ കൂട്ടുകാരുടെ വേറെ പേര്. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. അത് നമ്മളത് എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിലവിൽ ബൈക്സ് പുതിയത് മേടിക്കാൻ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? ഈ കാവാസാക്കി അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രീം ആയിട്ടുള്ള ബൈക്ക്? ഡ്രീം ആയിട്ടുള്ള ബൈക്ക് ഹോണ്ടയുടെ ഒരു CRF 450 ഒരു മോഡലുണ്ട്. അത് ഈ ദക്കാറിനൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കാണ്. അതെൻ്റെ ഒരു ഡ്രീം ബൈക്കാണ്, CRF 450.
എൽ. CR 450 എന്ന് പറഞ്ഞാൽ മോട്ടോക്രോസാണ്, അതല്ല. എൽ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലീഗലാണ്. അതിന് ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലാമ്പും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ബൈക്ക് CR 300 മിക്കവാറും ഒരു 1-2 മാസത്തിലൂടെ ഇറങ്ങും. പക്ഷെ അതൊക്കെ പ്രൈസിങ് വരും. കാരണം നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ പ്രോബ്ലം ഇതൊന്നും നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. ഇതെല്ലാം പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ 4 ലക്ഷം രൂപ വാങ്ങിക്കുന്ന വണ്ടിയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ 8 ലക്ഷം രൂപ. നമ്മളൊരു ബ്രാൻഡ് ന്യൂ ബൈക്ക് ദുബായിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇറക്കുവാണെങ്കിൽ 110% നമ്മൾ ഡ്യൂട്ടി കൊടുക്കണം. യൂസ്ഡ് ബൈക്കൊക്കെ ഈ പറഞ്ഞ CRF ഒക്കെ ദുബായിലൊക്കെ 2 രൂപ 3 രൂപ ഒക്കെ കിട്ടും. പക്ഷെ അത് ഇവിടെ വരുമ്പോൾ 10 രൂപ. യൂസ്ഡ് ബൈക്കിന് നമ്മുടെ കുറേ സിസ്റ്റം, അത് ഇത്തരം പ്രൊഡക്ഷൻ മാനുഫാക്ചേഴ്സ് ഇവിടെ ഉള്ളതാണ്. ബജാജ്, ഹീറോ. കാര്യം അവരുടെ ഇത് പോകില്ല. നല്ല ബൈക്സ് വന്നാലേ. ഇപ്പം തന്നെ ഈ സാധനമൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ KLX ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വിലക്കൊന്നുമില്ല. പക്ഷേ ഈ ഇന്ത്യൻ ഇറങ്ങിയേക്കണ സസ്പെൻഷൻ വ്യത്യാസമുണ്ട്. എൻ്റെ CKD അത് ഷോവേം ഇന്ത്യനിൽ അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് പക്ഷേ ഇത് ഇങ്ങനത്തെ കുറേ ഒരു തരംതിരിക്കൽ നമ്മുടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. അങ്ങനത്തെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ബൈക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയണത് നമ്മളുടെ പിള്ളേർ ഈ പുറത്തുനിന്നുള്ളതിന് കൂടുതൽ ടാലൻറ്റഡ്, പക്ഷേ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രാക്ടീസിന് ട്രാക്കില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ പാൻ പ്രാക്ടീസിന് ഒരുപാട് വഴി റെഡിയാണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇത് നോർമലി സൗണ്ട് ഉണ്ടാവും. പിന്നെ ഡ്രൈ സമയത്താണെങ്കിൽ പൊടി പറക്കും. അപ്പോൾ ഇതൊക്കെ അടുത്തുള്ള വീട്ടുകാരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് അപ്പോൾ അത് നിൽക്കും. പക്ഷേ ഈ പുറത്തുള്ള പോലെ നമുക്കങ്ങനെ വരാൻ ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ നോക്കിയാലും നമുക്ക് അങ്ങനെയുള്ള ഓപ്പൺ സ്പേസ് ഒന്നുമില്ല. പിന്നെ ചെയ്യണമെങ്കിൽ വല്ല കാടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യണം. അതൊന്നും ഇവിടെ ഒരിക്കലും അതിനൊന്നും പെർമിഷൻ കിട്ടില്ല. ചേട്ടാ, ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ പിള്ളേരോട് അല്ലെങ്കിൽ പുതിയ ആൾക്കാരോട് എന്തായിരിക്കും ഒരു ഗൈഡ് കൊടുക്കാനുള്ളത്? ഗൈഡൻസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്പോർട്സാണ്. ആദ്യം വേണ്ടത് അതിനുള്ള ഡെഡിക്കേഷൻ, ഫിറ്റ്നസ്. നമുക്ക് എന്തോരം ഫിറ്റ്നസ് ഉണ്ട് അത്രയും ഫൺ നമുക്ക് വണ്ടിയിലുണ്ടാവും. അത്രയും നേരം നമുക്ക് ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഒരു 5 വയസ്സോ 10 വയസ്സുള്ളവർക്ക് ഓടിക്കണം തുടങ്ങണമെങ്കിലും അതിനുള്ള ബൈക്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ്. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 300-500 റുപ്പീസ് വേണ്ടി വരും. പെട്രോൾ, നമ്മുടെ വെള്ളം, അല്ലെങ്കിൽ ഭക്ഷണം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പക്ഷെ അത് ഫുൾ ഡെഡിക്കേഷൻ ഇതിലോട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ISL പോലെ ഞാൻ പറഞ്ഞില്ലേ, ISRL, ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ്, ഇങ്ങനെ ഇതിനൊക്കെ പേയ്മെൻ്റൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ റൈഡേഴ്സിന്. നമ്മുടെ ഒന്നും കാലഘട്ടം പോലെയല്ല. അതിനുള്ള ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിലും ഓടിച്ചു തുടങ്ങിയവരാണെങ്കിലും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിറ്റ്നസ്, പ്രാക്ടീസ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്കിതിലോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇതിനുണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പെൻസീവ് സ്പോർട്സാണ്. ഇവൻ പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് ഒരു ഫുൾ സെറ്റ് മേടിക്കുമ്പോൾ തന്നെ നിയർലി മോർ ദാൻ 1 lakh എങ്കിലും വേണ്ടി വരും. നല്ല സാധനങ്ങൾ, ഇതിലും ചീപ്പർ സാധനങ്ങളും കിട്ടും കയറും. പക്ഷേ നല്ല സാധനത്തിന് അതിൻ്റെ കംഫർട്ടും ഉണ്ടാവും, അതിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മളുടെ ഈ സ്പോർട്സ് ഇപ്പോഴും ഒരു, എസ്പെഷ്യലി കേരളത്തിൽ, ഒരു 150cc ബൈക്ക് ആക്സിഡൻ്റ് ആയാലും ഇവിടെ പറയണത് സൂപ്പർ ബൈക്ക് ആക്സിഡൻറ്റ് അല്ല. അത് അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഇത് ബൈക്കുകാർ മാത്രമല്ല ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാഫിക് മാനേഴ്സ് ഇല്ല. ഒരു സ്ഥലത്ത് ബ്ലോക്കായി അപ്പം കുത്തിക്കയറ്റും ആൾക്കാർ, ഒരാളും ആ ക്യൂവിൽ നിൽക്കില്ല. പ്ലസ് ഒരു വണ്ടി നമ്മൾ ഒരഞ്ഞാൽ കിടന്ന് വഴി തല്ലുപിടിക്കുന്ന ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരും മാത്രമേ ഉള്ളൂ. അതിലൊരു കാര്യമില്ല. നമ്മളത് അതിനനുസരിച്ചുള്ള കാര്യം ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഒരാൾ കൊണ്ടൊന്ന് മനഃപൂർവ്വം കൊണ്ടൊന്നും ഇടിച്ച് കയറില്ലല്ല. അത് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ അത് നമ്മളിവിടെ അതൊരു വഴക്കാണ്. പിന്നെ ഇത് കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ശരിയായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു മോട്ടോർ സ്പോർട്സ് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനായിട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഒരു പണി മാത്രം ചെയ്ത് അല്ലെങ്കിൽ ഓടിക്കാൻ മാത്രം പോയിരുന്ന വളരെ അപൂർവം. ഫാക്ടറി റൈഡേഴ്സ് ഇപ്പോൾ ഹീറോയും ഉണ്ട്, TVS ഉണ്ട്. അവർക്കൊക്കെ നല്ല പേ ഉണ്ടാകണം. കാര്യം ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ TVS മാത്രമേ ഉള്ളൂ. ഇപ്പം ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഓടിക്കാൻ തുടങ്ങണം. ഞാൻ പറഞ്ഞില്ല, ഇതാണ് മെയിൻ. ഇതിലെന്ന് പറഞ്ഞാൽ വേണ്ടത് നമ്മുടെ 110% ഡെഡിക്കേഷനാണ്. അപ്പോൾ ചേട്ടാ, താങ്ക് യു ഫോർ ദ ടൈം. നമ്മൾ ഈ ഇൻ്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ എം കെവിൻ ഷെല്ലി, സൈനിങ് ഔട്ട് ഫ്രം കോപ്പർ കോയിൻ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.